ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും പഴംപൊരിയല്ല, ഒരു ടേസ്റ്റി പഴംപൊരി. അപ്പോൾ ഈ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സി ജാറിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ, 16 ടേബിൾ സ്പൂൺ വരും. 1 കപ്പ് മൈദ, 1/2 കപ്പ് കടലമാവ്. ഞാൻ യൂസ് ചെയ്യുന്ന കപ്പ് ഇതാണ്, 240 ml കപ്പാണ്. അപ്പോൾ അതിൽ 1 കപ്പ് മൈദയും 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടിയും, പത്തിരിപ്പൊടിയില്ലേ അതും. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ബാറ്റർ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പഴങ്ങളൊക്കെ മുറിച്ചെടുക്കണം. ഞാൻ ഇതുപോലെയാണ് മുറിച്ചെടുത്തത്. നിങ്ങൾ എങ്ങനെയാണോ മുറിക്കുന്നത് അതുപോലെ മുറിച്ചോളൂ. ഈ ബാറ്റർ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മുടെ ഓരോ കഷ്ണം പഴങ്ങളും മുക്കി നല്ല ചൂടായ എണ്ണയിലിട്ട് പൊരിക്കാം. ഓരോ പഴങ്ങളും ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ പൊങ്ങി വരുന്നുണ്ട്. അതാണ് ആ മാവിൻ്റെ മാജിക്ക്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പഴംപൊരിക്ക്. ഇതുപോലെ ഞാൻ കാണിച്ച പോലെ അരച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റിൽ പഴംപൊരി കിട്ടും. നന്നായിട്ട് പൊങ്ങിയും വരുന്നുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം. എല്ലാം മറിച്ചിട്ട് അടുത്ത മറുവശം കൂടി നന്നായിട്ട് പൊരിച്ച് നമുക്ക് കോരി മാറ്റാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴങ്ങളൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ബാക്കിയുള്ള പഴങ്ങൾ കൂടി ഇതുപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആരും തന്നെ സ്കിപ്പ് ചെയ്യണ്ട. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.